പഞ്ചായത്ത് മെമ്പർ നടപ്പാലം നിഷേധിച്ചു. തുണയായത് BJP പ്രവർത്തകർ. 2 കൊല്ലമാണ് വീടിന് മുന്നിൽ ഒരു നടപ്പാലത്തിനായി 70 വയസ്സുള്ള ശാന്തകുമാരി പഞ്ചായത്തിൽ കയറിയിറങ്ങിയത്. മാറനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാറിന്റെ വാർഡായ കൊറ്റമ്പള്ളിയിലെ വോട്ടറാണ് ശാന്തകുമാരി. എൻ്റെ പേര് ശാന്തകുമാരി. കൊറ്റമ്പള്ളി വാർഡിലാണ് എൻ്റെ വീട്. എൻ്റെ നടപ്പാതായ പാലം നഷ്ടപ്പെട്ടിട്ട് 2 വർഷമായി. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട്, എൻ്റെ വാർഡ് മെമ്പറാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അവിടെ പോയി പറഞ്ഞപ്പോൾ ചെയ്തു തരില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് പൈപ്പ് ലൈൻ വന്നത് കാരണം എനിക്ക് പൈപ്പ് ലൈൻ കൊണ്ടുവരാൻ ആദ്യത്തെ പ്രശ്നം എനിക്ക് പൈപ്പ് ലൈൻ വന്നപ്പോഴാണ് ഇത് പോയത്. പൈപ്പ് ലൈൻ വന്ന് JCB ഒന്ന് പൊടിച്ചപ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പോൾ അവനെ മെമ്പറെ വിളിച്ച് പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞത് ഇവിടെ പൈപ്പ് ലൈൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പൈപ്പ് ലൈൻ കൊണ്ടുവന്നത് കാരണം വന്നെങ്കിൽ നിങ്ങൾ പൈപ്പ് ലൈൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പാലം കെട്ടാനും കഴിവുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ കഴിവില്ല. ഞാൻ ഇതിൻ്റെ അടുത്ത് ഒരു മാനസിക രോഗിയുണ്ട്, എൻ്റെ വീട്ടിൽ മാമൻ്റെ മക്കളുണ്ട്, മാമനുണ്ട്, അടുത്ത വീട്ടിലുള്ളവരുണ്ട്, എല്ലാവരും 5 വീട്ടുകാർ പോണ പാലമാണ്. ഈ 2 വർഷമായിട്ട് യാതൊരു നടപടിയില്ല. ഈ വെള്ളം പൊങ്ങിയാൽ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനൊന്നും പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഈ വീട്ടിൽ ഈ വെള്ളം പൊങ്ങിയാൽ ഞാൻ അവിടെ ഇരിക്കുന്നു. എത്ര ദിവസം കഴിഞ്ഞ് വെള്ളം പറ്റണോ അത് കഴിഞ്ഞാലേ പോകുള്ളൂ. അല്ലെങ്കിൽ മുകളിൽ കൂടി പോകണം. എനിക്ക് അതിനുള്ള ഇതില്ല. എനിക്ക് കയ്യും കാലും ഒന്നും വയ്യാത്ത ഞാനാണ്, സുഖമില്ലാത്ത ഞാനാണ്. അങ്ങനെ പറഞ്ഞിട്ട് കേൾക്കില്ല. ഞാൻ കെട്ടണം, എൻ്റെ കൂടി സ്വന്തമായിട്ട് കെട്ടാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കഴിവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ 2 വർഷമായതിന് ശേഷം ഞാൻ BJPക്കാരാണ്. ഞാൻ സ്വന്തമായിട്ട് അവരോട് പറഞ്ഞു എനിക്കൊരു സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞ് അവരെ ഞാൻ വിളിച്ച് അവർ സഹായിക്കാൻ വേണ്ടി BJPക്കാരാണ് എനിക്ക് ചെയ്തു തരുന്നത്. കൊറ്റമ്പള്ളി വാർഡിലുള്ള അരുമാള് വാർഡിലുള്ള BJPക്കാരാണ് എനിക്ക് സഹായിച്ചു തരുന്നത്. അതുകൊണ്ട് അവർക്ക് ഞാൻ നന്ദി പറയുകയാണ്. മഴ പെയ്ത് വീടിന് മുന്നിലൂടെ ഒഴുകുന്ന വെള്ളം കൊറ്റമ്പള്ളി പറമ്പിന്തല തോട് നിറഞ്ഞാൽ പിന്നെ മരുന്ന് വാങ്ങണമെങ്കിൽ പോലും വീടിന് പുറത്തേക്കിറങ്ങാൻ ചിലപ്പോൾ ദിവസങ്ങളോളം കാത്തിരിക്കണം. അവിവാഹിതയായ ശാന്തകുമാരി തനിച്ചാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ശാന്തകുമാരിയുടെ സഹോദരിയും മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുമായ മറ്റൊരാളും ഈ വീടിനടുത്തായി തനിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ 3 വീടുകൾക്ക് ആശ്രയമായിരുന്ന നടപ്പാലമാണ് 2 കൊല്ലം മുമ്പ് തകർന്നതും വീട്ടിലേക്ക് കയറുവാനുള്ള വഴി അടഞ്ഞതും. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടിയ ശാന്തകുമാരി ജൽജീവൻ മിഷൻ പൈപ്പ് കണക്ഷന് വേണ്ടി വാർഡ് മെമ്പറെ സമീപിച്ചിരുന്നു. എന്നാൽ ദൂരം കൂടുതലാണ് എന്ന കാരണത്താൽ ശാന്തകുമാരിയുടെ ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വാർഡ് മെമ്പർ സുരേഷ് നിഷേധിച്ചു. ഇതോടെ കുടിവെള്ളത്തിനായി ജൽജീവൻ മിഷന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ശാന്തകുമാരി നിർബന്ധിതയാവുകയും ഉദ്യോഗസ്ഥർ ഇടപെട്ട് ശാന്തകുമാരിയുടെ വീട്ടിൽ ജൽജീവൻ മിഷൻ വഴി പൈപ്പ് കണക്ഷൻ സ്ഥാപിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ ദേഷ്യം തോന്നിയ വാർഡ് മെമ്പർ ഇനി ഒരിക്കലും നടപ്പാലം അനുവദിക്കില്ലെന്ന് അറിയിക്കുകയും കുടിവെള്ളം എത്തിച്ചതുപോലെ പാലവും എത്തിക്കാൻ മെമ്പർ പറഞ്ഞു എന്നും ശാന്തകുമാരി പറയുന്നു. മറ്റു മാർഗങ്ങളില്ലാതെ ശാന്തകുമാരി BJP പ്രവർത്തകരെ സമീപിക്കുകയും കാട്ടാക്കട BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് തൂങ്ങാമ്പാറ ബാലകൃഷ്ണന്റെയും മാറനല്ലൂർ ഏരിയ സെക്രട്ടറി CS വിനോദിന്റെയും നേതൃത്വത്തിൽ കൊറ്റമ്പള്ളി അരുമാളൂർ വാർഡുകളിലെ BJP പ്രവർത്തകർ ശാന്തകുമാരിയുടെ വീടിനു മുന്നിൽ ഓട്ടോറിക്ഷ കടന്നു ചെല്ലുവാൻ തക്ക വീതിയുള്ള പുതിയ നടപ്പാലം നിർമ്മിച്ചു നൽകുകയും ചെയ്തു. കൊറ്റമ്പള്ളി വാർഡില് പറമ്പന്തല എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ട് ബേക്കിലായിട്ട് കാണുന്ന ഒരു പഴയകാല വീട് ഇവിടുത്തെ ആദ്യകാല ഈ പഞ്ചായത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കുടുംബമായിട്ടുള്ള സദാശിവ പണിക്കർ എന്നറിയപ്പെടുന്ന അദ്ദേഹം മൺമറഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ ശേഷാറിമാർ 2 പേര് തൊട്ട് മുകളിൽ താമസിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് 2 വീടുകളുണ്ട്. ഈ ശേഷാറിമാരിൽ ഒരാൾ മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്നവരാണ്. അപ്പോൾ ഈ വാർഡ് എന്ന് പറയുന്നത് കൊറ്റമ്പള്ളി വാർഡാണ്. മാറനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന വാർഡാണ്. ഇവിടെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ കോൺക്രീറ്റ്, അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തു കൊടുത്തു. ആ കോൺക്രീറ്റിന് തൊട്ട് മുമ്പായിട്ട് ജലജീവൻ മിഷൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് അപ്പുറത്തെ സൈഡിലും തൊട്ട് ഈ റോഡിൻ്റെ അങ്ങേറ്റത്തെ സൈഡിലും JCB വന്നു. JCB വരുന്ന സമയത്ത് ഈ മാനസികമായി വെല്ലുവിളി നേരിടുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ ശാന്ത എന്ന് പറയുന്ന ഒരു ചേച്ചിക്കും കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി വിസമ്മതിച്ചു. അത് അവർ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കുന്ന സമയത്ത് അത് ഒറ്റപ്പെട്ട വീടാണ്, അത് പിന്നീടേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്.
പക്ഷേ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വർഷങ്ങളായിട്ട് ഏകദേശം 10-30 വർഷമായി ഉപയോഗിക്കുന്ന ഈ പാലം, വളരെ ശാരീരികമായി ബുദ്ധിമുട്ടുന്ന 2 സ്ത്രീകൾ താമസിക്കുന്ന ഈ പാലം ഇടിഞ്ഞു പോയിട്ട് 2 വർഷമായിരിക്കുകയാണ്. ഈ 2 വർഷമായിട്ട് ഈ പാലം പൊട്ടിപ്പോവുകയും നിരന്തരം കമ്മ്യൂണിസ്റ്റ് കുടുംബമായിട്ടുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പോയി ആവശ്യപ്പെട്ടപ്പോൾ അത് പതുക്കെ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ ഇവര് വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള ജലജീവൻ പദ്ധതി അവർ നേരിട്ട് പരാതി കൊടുത്ത് ജലജീവൻ പദ്ധതി അവരുടെ വീട്ടിൽ കുടിവെള്ളം എത്തിയതുകൊണ്ട് അതിന്റെ വൈരാഗ്യത്തിന്റെ പേരിൽ ആ 2 മാനസികമായിട്ട് സുഖമില്ലാത്തയും ഈ ശാന്ത എന്ന് പറയുന്ന സ്ത്രീയും അവഹേളിച്ചുകൊണ്ട് ഈ പാലം നാളെ വരെ പണി ചെയ്ത് കൊടുക്കുന്നില്ല. അവർ CPM-ന്റെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാരെ പോയി കണ്ടിട്ട് CPM ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് ദാഷ്ട്യം കാണിക്കുന്നു, ഇത് ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങളെ അവർ സമീപിക്കുകയും കൊറ്റമ്പള്ളി വാർഡിലെയും അരിമാളൂർ വാർഡിലെയും BJP-യുടെ പ്രവർത്തകരെ ഈ ശാന്ത എന്ന് പറയുന്ന ചേച്ചി വന്ന് അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു പാലം മെയിൻ്റനൻസ് പണി ചെയ്ത് സഹായിച്ചു തരണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. ഞങ്ങളതിൽ ഒരു രാഷ്ട്രീയവും കാണുന്നില്ല. ഇന്ന് ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർകൾ എന്താണോ നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയം നോക്കാതെ ചെയ്യുന്നത്, ആ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ഇന്ന് BJP-യുടെ 2 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പാലം അവർക്ക് മെയിൻ്റനൻസ് പണി ചെയ്ത് നല്ല രീതിയിൽ, അതായത് നല്ല രീതിയിൽ കമ്പിയും സിമെന്റും മണലും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ വ്യക്തിപരമായിട്ട് 1-2 മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാരുമായിട്ട് പ്രാദേശികമായി ബന്ധമുള്ള സഖാക്കന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും പഞ്ചായത്ത് പ്രസിഡന്റ് തടസ്സം നിൽക്കുന്നു, അത് പഞ്ചായത്ത് ചെയ്തു കൊടുക്കുമെന്നാണ് അവരെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ ഒരു ദ്രോഹമാണ് 2 സ്ത്രീകളോട് കാണിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പൊന്നുമല്ല. ഇതുപോലുള്ള പാവങ്ങളെ സഹായിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 2 പാവപ്പെട്ട സ്ത്രീകളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറായത്.